കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി ഉടൻ വിധി പറയും. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 3 പ്രതികളും 7 വർഷമായി ജയിലിലാണ്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, ഇത് വളരെ വിവാദമായ കേസാണ്. എപ്പോഴാണ് വിധി പറയുക? ഗോപീഷൻ, വിവാദമായ കേസാണ്. 2017 മാർച്ച് 20 അർദ്ധരാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. പ്രതികളായ അജേഷ്, അഖിലേഷ്, നിതിൻ എന്നിവർ ചേർന്ന് റിയാസ് മൗലവിയെ, ചൂരിയിലെ മദ്രസ അധ്യാപകനായിരുന്നു റിയാസ് മൗലവിയെ അവിടെ എത്തി പള്ളിയിലെ താമസ സ്ഥലത്തെത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം ആ സമയത്ത് സൃഷ്ടിച്ചു. വലിയ വിവാദമായി. എന്തായാലും കേസ് നിരവധി തവണ കോടതി മാറ്റിവെച്ചു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നിരവധി തവണ കേസ് കോടതി മാറ്റിവെച്ചു. ഇന്നിപ്പോൾ കോടതി വിധി പറയും. കഴിഞ്ഞ രണ്ട് തവണ വിധി പറയുമെന്ന്, ഈ മാസം തന്നെ കഴിഞ്ഞ 2 തവണ വിധി പറയുമെന്ന് കോടതി അറിയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിപ്പോൾ കോടതി പരിസരത്ത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷ കോടതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് അല്പസമയത്തിനകം തന്നെ കോടതി കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിയാസ് മൗലവിയുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കേസ് ഇന്ന് വിധി പറയും, എങ്ങനെ നോക്കിക്കാണും? കേസ് എൻ്റെ അനുജനെ കൊലപ്പെടുത്തിയവർക്ക് കടുത്ത ശിക്ഷ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് കുറേ തവണ വന്നു. ഇവിടെ 20-ാം തീയതി വന്നു, നടന്നില്ല. ഇപ്പോൾ 30-ാം തീയതി ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷ നൽകുന്നു, നല്ലൊരു ശിക്ഷ കിട്ടുമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആണ് ഈ കേസ് അന്വേഷിച്ചത്. 50-ലേറെ രേഖകൾ കേസിൽ ഹാജരാക്കി. 45 തൊണ്ടി മുതലുകൾ, 215 രേഖകൾ, 45 തൊണ്ടി മുതലുകൾ, 97 സാക്ഷികളാണ് ഈ കേസിൽ ഇതുവരെ കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് റിയാസ് മൗലവിയുടെ കുടുംബം. പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണം എന്നൊരു ആത്മവിശ്വാസം കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതികൾക്ക് 7 വർഷമായി ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം കോടതി ഈ കേസിൽ വിധി പറയും. ഗോപികൃഷ്ണൻ, അല്പസമയത്തിനകം ഈ കേസിൽ വിധി പറയും. കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ കോടതി അല്പസമയത്തിനകം വിധി പറയാൻ പോകുന്നത്. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 3 പ്രതികളും 7 വർഷമായി ജയിലിലായിരുന്നു. നിരവധി തവണ മാറ്റിവെച്ച കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്.